നാഥനെ പാടിടും ഞാൻ നന്ദിയോടെ. സ്നേഹിച്ചിടും ജീവനാൾകളെല്ലാം സേവിച്ചിടും സർവശക്തനെ. ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അവൻ എഴുന്നേറ്റ് തന്റെ അപ്പന്റെ അടുക്കൽ പോയി. അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. പ്രിയ ദൈവമക്കളെ, ധൂർത്തപുത്രൻ വീട് വിട്ടു പോയപ്പോൾ അവൻ സ്വാതന്ത്ര്യം അന്വേഷിക്കുകയാണ്. അപ്പന്റെ വീട്ടിലെ നിയമങ്ങളും ഉപദേശങ്ങളും അവന് ഒരു ഭാരമായി തോന്നി. എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം, എനിക്ക് ആരുടെയും നിയന്ത്രണം വേണ്ട എന്നൊക്കെ അവൻ ചിന്തിച്ചു. പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്ന ജീവിതം അവനെ സന്തോഷത്തിലേക്കല്ല, മറിച്ച് ശൂന്യതയിലേക്കാണ് കൊണ്ടുപോയത്. ആദ്യം അവനെല്ലാം നല്ലതുപോലെ തോന്നി. പണമുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, ആഘോഷങ്ങളുണ്ടായിരുന്നു, ലോകം അവനെ സ്വീകരിക്കുന്നത് പോലെ അവന് തോന്നി. പക്ഷേ പണം തീർന്നു പോയപ്പോൾ ആളുകളും മാറി, സ്നേഹവും മാറി, ലോകവും മാറി. ഒരിക്കൽ ചുറ്റും ഉണ്ടായിരുന്നവർ ഇപ്പോൾ അവനെ കുറ്റപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, പാപം ആദ്യം ആകർഷിക്കും, പിന്നീട് അടിമയാക്കും, ഒടുവിൽ തകർത്ത് കളയും. ധൂർത്തപുത്രൻ ഒരിക്കൽ അപ്പന്റെ വീട്ടിലായിരുന്നു, പക്ഷെ ഇപ്പോൾ പന്നികളുടെ ഇടയിൽ ആഹാരം അന്വേഷിക്കുകയാണ്. ഒരിക്കൽ മാന്യതയിൽ നടന്നവൻ ഇപ്പോൾ അപമാനത്തിൽ ജീവിക്കുകയാണ്. ദൈവത്തെ വിട്ടുപോകുന്ന ജീവിതം ഒരിക്കലും മനുഷ്യനെ ഉയർത്തത്തില്ല, അവനെ താഴ്ത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അത്ഭുതകരമായ ഒരു നിമിഷം അവിടെ കടന്നു വന്നു. എന്താണെന്നറിയാമോ? അവന് സുബോധം വന്നു. ധൂർത്തപുത്രന് സുബോധം വന്നു. ഇത് തന്നെയാണ് മാറ്റത്തിന്റെ തുടക്കം. പ്രിയ ദൈവ പൈതലേ, ഒരു മനുഷ്യൻ തന്റെ അവസ്ഥ തിരിച്ചറിയുന്ന നിമിഷം മുതൽ ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. ധൂർത്തപുത്രൻ തന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞു. ഞാൻ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയോ എത്തി. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ പോകും. അതേ ദൈവമക്കളെ, വീണ്ടും എഴുന്നേൽക്കാനുള്ള ഒരു തീരുമാനം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം തന്നെയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു. അപ്പൻ എന്നെ സ്വീകരിക്കുമോ? ഞാൻ ചെയ്തതെല്ലാം ക്ഷമിക്കുമോ? എനിക്കിനി മകൻ എന്ന സ്ഥാനം കിട്ടുമോ? അവൻ വളരെ കുറ്റബോധത്തോടെ നടന്നു, ലജ്ജയോടെ നടന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവൻ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അപ്പൻ അവനെ കണ്ടു. അതായത്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഒരു പടി വെച്ചാൽ ദൈവം നിങ്ങളിലേക്ക് ഓടി വരും. പ്രിയ ദൈവമക്കളെ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. എവിടെയായിരുന്നു നീ? എന്തിനാണ് എന്നെ വിട്ടുപോയത്? നീ എന്നെ ലജ്ജിപ്പിച്ചു എന്നൊന്നും അവിടെ അപ്പൻ ചോദിച്ചില്ല. പകരം എന്താണ് ചെയ്തത്? അവനെ ചേർത്ത് പിടിച്ചു, അവനെ ചുംബിച്ചു, പുതിയ വസ്ത്രം അണിയിച്ചു, മോതിരം ഇട്ടു, ആഘോഷം നടത്തി. ഇത് തന്നെയാണ് പിതാവിന്റെ സ്നേഹം. ഇന്ന് ഈ പ്രഭാതം ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഇന്ന് ചിലർ ദൈവത്തിൽ നിന്നും ദൂരെയായി ജീവിക്കുന്നുണ്ടാകാം, പാപഭാരത്തിൽ ജീവിക്കുന്നുണ്ടാകാം, കുറ്റബോധത്തിൽ ജീവിക്കുന്നുണ്ടാകാം, തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടാകാം, രഹസ്യമായ കണ്ണുനീരിൽ ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നത്, മടങ്ങി വരൂ. അതെ, കർത്താവ് പറയുന്നു, മടങ്ങി വരൂ. ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ വീണ്ടും ഉയർത്തും. നിന്റെ പഴയ അവസ്ഥ ഞാൻ മാറ്റും, നിന്റെ കണ്ണുനീർ ഞാൻ സന്തോഷമാക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നത്, നിങ്ങൾ ദൂരെയായാലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട്, നീ മടങ്ങി വരാൻ ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം വീണ്ടും പുതുക്കാൻ അല്ലെങ്കിൽ കർത്താവ് പോവുകയാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ട വർഷങ്ങൾ കർത്താവ് പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. അതെ ദൈവമക്കളെ, ധൂർത്തപുത്രന്റെ കഥ അവസാനിച്ചത് പരാജയത്തിലല്ല, പുനഃസ്ഥാപനത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കഥയും കണ്ണുനീരിൽ അവസാനിക്കത്തില്ല, ദൈവത്തിന്റെ കൃപയിൽ അവസാനിക്കും. ഇന്ന് തന്നെ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. അവൻ ഇന്നും കാത്തിരിക്കുന്നു, അവന്റെ കൈകൾ ഇന്നും തുറന്നിരിക്കുന്നു. കാരണം നിങ്ങൾ എത്ര ദൂരെയായാലും പിതാവിന്റെ സ്നേഹം നിങ്ങളെ ഇപ്പോഴും അന്വേഷിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നിൽ നിന്നും അകന്നു പോയ ഹൃദയങ്ങളെ വീണ്ടും നിന്നിലേക്കൊന്ന് തിരിക്കണമേ. തകർന്ന ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കണമേ. നിന്റെ സ്നേഹം വീണ്ടും ഒന്ന് അനുഭവിക്കണമേ. കുറ്റബോധത്തിൽ കഴിയുന്നവരെ ഒന്ന് ഉയർത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.